അപ്പോൾ നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ BCS തിയറി ആണ് നമുക്കിനി പഠിക്കാനുള്ള മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ബട്ട് അതിലോട്ട് എത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് വരുന്നത് എഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെപ്പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ്. ഇതിലപ്പോൾ ഞാൻ ജസ്റ്റ് ചില ടേംസ് ഒന്നും ഞാൻ അധികം ഡിസ്ക്രൈബ് ചെയ്തില്ല, എങ്കിലും ചില ഇക്വേഷൻസ്. ഓക്കെ, എങ്കിലും ആ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കുക. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലാണ്ട് അത് വെച്ച് പ്രോബ്ലംസ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. ഇൻ ഓർഡർ ടു അച്ചീവ് ദ superconducting state in the metal, it is required that some combination of temperature and field strength should be less than a critical value. ആണല്ലോ, എന്താണ് ഒരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ട് ആ ഒരു മെറ്റലിനെ ആക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം? ആ ടെമ്പറേച്ചറും ഫീൽഡ് സ്ട്രെങ്തും ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. ടെമ്പറേച്ചറിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂവിനെ നമ്മുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കുമായിരുന്നു. മറ്റേതാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുമായിരുന്നു. ഇനി ദ സൂപ്പർ കണ്ടക്ടിവിറ്റി ഓഫ് എ സ്പെസിമെൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബൈ അപ്ലൈങ് എ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു സ്പെസിമെൻ്റെ സൂപ്പർ കണ്ടക്ടിങ് നമുക്ക് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം? ഒരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. സോ എ സൂപ്പർ കണ്ടക്ടർ ബിക്കംസ് എ നോർമൽ കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇൻറ്റൻസ് മാഗ്നറ്റിക് ഫീൽഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മേസണർ എഫക്റ്റിനകത്ത് പറഞ്ഞതാണ്. ദെർഫോർ ഇറ്റ് റീറ്റെയിൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു ഇൻറ്റൻസ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഒരു സൂപ്പർ കണ്ടക്ടറിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെന്ന് പറയുന്നത് റീറ്റെയിൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. ദ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൾസോ. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് HC, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചറും കൂടിയാണ്. സോ നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ HC ഈസ് ഈക്വൽ ടു H0 × 1 - T/Tc². ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. H0 എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡാണ് അറ്റ് 0 കെൽവിൻ, അതായത് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണെന്ന് പറഞ്ഞാൽ H0 എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് ആ സമയത്തെ ടെമ്പറേച്ചർ ഏതാണെന്നോ അത്. ദെൻ TC എന്ന് പറഞ്ഞാലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇനി ഇവിടെ നമുക്ക് നോക്കാം. സപ്പോസ് അറ്റ് T = 0 കെൽവിൻ ആണെന്ന് നോക്കിയാൽ ഈ ഇക്വേഷന് 0 കെൽവിൻ ആണ്. സോ 1 - 0 എന്ന് വരും. സോ 1 എന്ന് വരും. അപ്പോൾ HC എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ത് വരും? H0 എന്ന് വരും. അപ്പോൾ അറ്റ് T = 0 കെൽവിൻ, 0 കെൽവിൻ ആവുമ്പോൾ എന്ത് ചെയ്യും? HC, അതായത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? നമ്മുടെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് 0 കെൽവിൻ ആവും. ഓക്കെ, ദെൻ അറ്റ് T = TC, T = TC ആകുമ്പം T/TC എന്താവും? 1 ആവും. സോ 1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഈ ഒരു ടേം 0 ആയി ടോട്ടലി. ബാക്കി എന്തുണ്ട്? ഇൻറ്റു 0 ചെയ്താലും 0. അപ്പോൾ HC എന്ന് പറയുന്നത് ഈക്വൽ ടു 0 അറ്റ് T = TC. അപ്പോൾ അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്? ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വേരീസ് പരാബോളിക്കലി വിത്ത് ടെമ്പറേച്ചർ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് അനുസരിച്ച് പരാബോളിക്കലിയാണ് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. ദിസ് കർവ് ഡെമാർക്കേറ്റ്സ് ദ 2 സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് ഇറ്റ് ഡിഫൈൻസ് ദ ബൗണ്ടറി ബിലോ വിച്ച് സൂപ്പർ കണ്ടക്ടർ ഈസ് പ്രസൻറ്റ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് വിച്ച് ഇറ്റ് ബിഹേവ്സ് ആസ് എ നോർമൽ കണ്ടക്ടർ. അതായത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാം? ഇതെന്ന് പറഞ്ഞാൽ 2 ബൗണ്ടറിയാണ്. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഈസ് പ്രസൻറ്റ് അറ്റ് ദിസ് കണ്ടീഷൻ ആൻഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ നോർമൽ കണ്ടക്ടറായിട്ട് അത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിലായിരിക്കും. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഐസോടോപ്പ് എഫക്റ്റ് എന്നാണ്. ഓക്കെ, നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് വേരീസ് വിത്ത് ഐസോട്രോപിക് മാസ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഐസോടോപ്പ് എഫക്റ്റ് എന്നത് ഐസോട്രോപിക് മാസിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മാറും എന്നാണ് പറയുന്നത്. അതായത് എല്ലാ മെറ്റൽസിനും ഒരേപോലെ ആയിരിക്കും സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അല്ല, ഡിഫറൻ്റ് ആയിരിക്കും. സോ അതെന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഐസോട്രോപിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലൈറ്റർ ന്യൂക്ലിയോ ഉള്ള സാമ്പിൾസിലാണ് നമ്മൾ ഹയർ ആയിട്ടുള്ള എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ കാണുന്നത്. അതായത് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ചേഞ്ചസ് സ്മൂത്ത്ലി വെൻ വി മിക്സ് ഡിഫറെൻറ്റ് ഐസോടോപ്സ് ഓഫ് സെയിം എലമെൻറ്റ്. അപ്പോൾ ഒരേ എലമെൻറ്റ് തന്നെ ഡിഫറെൻറ്റ് ഐസോടോപ്സ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ചേഞ്ച് ആവും. സോ ഇതിൻ്റെ ബേസിൽ നമുക്ക് എഴുതാം TC, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു, അതായത് അതിൻ്റെ ഐസോടോപ്പിക് അല്ലെങ്കിൽ അറ്റോമിക് മാസ് അതേ (∞). ഓക്കെ, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? TC എന്ന് പറയുന്നത് ഇൻറ്റു m⁻∞ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് TC ആൻഡ് M എന്ന് പറയുന്ന അറ്റോമിക് മാസ് ആണ്. ആൻഡ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.49 ± 0.0 ആണ്. ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മുടെ മെറ്റൽസിൻ്റെ കേസിൽ 0.5 ആണ് വരുന്നത്. സോ എന്ത് നമുക്ക് എന്താ? TC ഇൻറ്റു m⁻⁴ അല്ലെങ്കിൽ m⁻⁴ അതെന്ന് പറയുന്നത് എന്താണ്? TC ഇൻറ്റു √m എന്ന് പറഞ്ഞ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ എഴുതി കൂടെ? അതെങ്ങനെ എഴുതാം? അതായത് ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം?
രണ്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, രണ്ട് ഐസോടോപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? TC1 ഇൻറ്റു √M1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു TC2 ഇൻറ്റു √M2 എന്ന് പറയാം. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പ്രോബ്ലംസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് ലണ്ടൻ ഇക്വേഷൻസ് എന്നാണ്. ഓക്കെ, ലണ്ടൻ ഇക്വേഷൻ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. അഥവാ ചോദിക്കുന്നെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. സോ അതുകൊണ്ട് അതിനനുസരിച്ച് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ലണ്ടൻ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തത് രണ്ട് ബ്രദേഴ്സാണ്, ഫ്രിറ്റ്സ് ലണ്ടനും ഹെയ്ൻസ് ലണ്ടൻ എന്ന് പറഞ്ഞ ബ്രദേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ലണ്ടൻ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. 1935 ഡെവലപ്പ് ചെയ്തത്. ഈ ലണ്ടൻ ഇക്വേഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്ലെയിൻ ദ സീറോ റെസിസ്റ്റൻസ് ആൻഡ് ഐഡിയൽ ഡയാമാഗ്നറ്റിസം ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ സീറോ റെസിസ്റ്റൻസ്, എന്തിൻ്റെ റെസിസ്റ്റൻസ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, സീറോ റെസിസ്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ ഐഡിയൽ ഡയാമാഗ്നറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ ലണ്ടൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ. സോ ദീസ് ഇക്വേഷൻസ് ഡിസ്ക്രൈബ് ദാറ്റ് സൂപ്പർ കണ്ടക്ടിങ് ഫിനോമിനൺ ഇൻ എ സിംപ്ലിഫൈഡ് ആൻഡ് മീനിങ് വേ ബൈ പ്രൊവൈഡിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൂപ്പർ കണ്ടക്ടിങ് കറണ്ട് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻ ആൻഡ് അറൗണ്ട് എ സൂപ്പർ കണ്ടക്ടർ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിൻ്റെയാണ്? ഫിനോമിന ഇൻ സിംപ്ലിഫൈഡ് ആൻഡ് മീനിങ് വേ എന്താണ്? ആ ഒരു സൂപ്പർ കണ്ടക്ടിങ് കറണ്ടിൻ്റെയും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ ഇറ്റ് ആൾസോ എക്സ്പ്ലെയിൻ ദ മെയ്സ്നർ എഫക്റ്റിനെ പറ്റിയും ഇതിനകത്ത് പറയുന്നുണ്ട്. ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്, ഓംസ് ലോ മേ നോട്ട് ബി പോസിബിൾ ഇൻ എ സൂപ്പർ കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടറിൽ പറയുന്നതാണ് ഓംസ് ലോ. എന്താണ് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് വോൾട്ടേജ് എന്ന് പറയാം, I പ്രൊപ്പോർഷണൽ ടു V എന്നാണ് പറഞ്ഞത് അല്ലേ, ഓംസ് ലോ അല്ലേ. ബട്ട് അതെന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ശരിയാണോ? അല്ല. ബട്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾക്ക് ലണ്ടൻ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ ഉണ്ട്, സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഇക്വേഷൻ മാത്രം കാണാൻ പഠിക്കുക. അഥവാ ഇക്വേഷൻ എങ്ങാനും ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. dG/dt ഈസ് ഈക്വൽ ടു NE²/m × E. അതിൽ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാണ് ഇത്. ഇതിൽ J എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി ആണ്, N എന്നുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, E എന്ന് പറഞ്ഞ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്, M എന്ന് പറഞ്ഞ മാസ്, ദെൻ ക്യാപിറ്റൽ E എന്ന് പറഞ്ഞാലോ ഇലക്ട്രിക് ഫീൽഡാണ്. Assume two types of electrons, that is normal and superconducting electrons are present in superconductor. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സിനകത്ത് രണ്ട് ടൈപ്പ് ഇലക്ട്രോൺ, ഒന്നെന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് ആണ്, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നോർമൽ ഇലക്ട്രോൺസ് ആണ്. ആൻഡ് ദിസ് സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് ആണ് സൂപ്പർ കണ്ടക്ടേഴ്സിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡിന് കാരണമാകുന്നത്. ആൻഡ് സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ കേൾ J എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു -NE²/m × B എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ. B എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ദെൻ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഏത് ഇക്വേഷനാണ് നമ്മുടെ മെയ്സ്നർ എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെക്കൻഡ് ലണ്ടൻ ഇക്വേഷനാണ്. അത് മറക്കരുത്, സെക്കൻഡ് ലണ്ടൻ ഇക്വേഷനാണ് നമ്മുടെ മെയ്സ്നർ എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾസോ പ്രെഡിക്ട്സ് ദ പെനട്രേഷൻ ഓഫ് സൂപ്പർ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, ഇനി ലണ്ടൻ ഇക്വേഷൻസ് പഠിച്ചു. ഇനി അതിൽ നമുക്ക് ഒരു കാര്യം കൂടി നോക്കണം. ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത്, അതായത് ലാംഡ L. എന്താണ് ലാംഡ L? ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് എന്താണെന്ന് കൂടി നോക്കാം. ഡെപ്ത് വേ ദ കറണ്ട് ഡ്രോപ്സ് ടു 1/E ടൈംസ് ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സർഫസ്. ഓക്കെ, അതിൻ്റെ സർഫസിലുള്ള വാല്യൂവിനേക്കാളും എപ്പോഴാണോ കറണ്ട് 1/E ടൈംസ് അതിൻ്റെ സർഫസിലുള്ള വാല്യൂ ആയിട്ട് മാറുന്നത്, ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത്, ലാംഡ L എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ലെങ്ത് ആൻഡ് ദാറ്റ് ക്യാരക്ടറൈസ് എ സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ ഒരു സൂപ്പർ കണ്ടക്ടറിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ലെങ്ത് എന്ന് പറയുന്നതാണ് എന്താണ് ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത്. അപ്പം ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുക. എന്താണ്? ഡെപ്ത് വെയർ ദ കറണ്ട് ഡ്രോപ്സ് ടു 1/E ടൈംസ് ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സർഫസ്. സോ നമുക്ക് എഴുതാം ലാംഡ T, അതായത് അറ്റ് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ ഡിവൈഡ് ലാംഡ 0 Kelvin എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 - T/Tc the whole raised to 4 the whole raised to 1/2. ഈ ഒരു ഇക്വേഷനും കൂടി അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻഡ് ഈ ലാംഡ L ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, √m / μ0 E²n. ഇത് ജസ്റ്റ് ഈ ഒരു റിലേഷൻ അറിഞ്ഞു വയ്ക്കുക, എങ്ങാനും ഓപ്ഷനിൽ തരുവാണെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്കൊരു ക്ലാസ്സിൽ BCS തിയറി നമുക്ക് നോക്കാം. താങ്ക് യു.